അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടി വി പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടി വിയിൽ എം ഇ നികേഷ് കുമാറും ഞാനും തമ്മിൽ റിപ്പോർട്ടർ ടി വിയിൽ തമ്മിൽ വന്നതിന് അതിന് ശേഷമുള്ള ബന്ധമല്ല, വർഷങ്ങൾ 14 വർഷത്തെ ബന്ധമാണ്. അപ്പം എന്താണ് ഞാനെന്നും എന്താണ് താങ്കളെന്നും നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്നും ബ്രേക്കിങ്ങുകളും എന്നും ഇഷ്യൂസുകളുമാണ്. അപ്പോൾ അവരെ ഒരു ബോൾഡ്നെസ് അവരെ നിലനിർത്തേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റോറിയൽ ബോർഡിൻ്റെ കടമയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടികൾ ഏറ്റവും നല്ല പരിപാടിയും ഏറ്റവും ജനങ്ങളെ ഏറ്റെടുത്ത പരിപാടിയും എന്ന് പറയുന്നത് മീറ്റ് എഡിറ്റേഴ്സാണ്. ഇനി താങ്കൾക്ക് മീറ്റ് എഡിറ്റേഴ്സിൽ പങ്കെടുക്കാൻ കഴിയില്ല. അത് താങ്കൾ എങ്ങനെ മിസ് ചെയ്യും? താങ്കൾക്ക് എന്താ തോന്നുന്നത്? അല്ല, മീറ്റ് എഡിറ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ CEO ആയിട്ടുള്ള അനിൽ അയിരൂരാണ് യഥാർത്ഥത്തിൽ മീറ്റ് എഡിറ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ തുടങ്ങുന്ന സമയത്ത്, അതായത് കഴിഞ്ഞ ഏതാണ്ട് മെയ് മാസത്തിലൊക്കെ ആണല്ലോ നമ്മൾ പ്രോഗ്രാം കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനോടൊക്കെ വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. കാരണം ഒരു മാധ്യമപ്രവർത്തകൻ പരസ്യമായി രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കേണ്ടി വരുമല്ലോ. നമ്മൾ ഓരോ വിഷയത്തിലും ഓരോ ചായ്വ് പ്രകടിപ്പിക്കേണ്ടി വരുമല്ലോ. ഞാൻ പൂർണ്ണമായും ഒരു CPM വേർഷനൊന്നും അല്ല അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യത്യസ്തമായ വേർഷൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് യോജിക്കാവുന്ന മേഖലകളൊക്കെ ഞാൻ യോജിച്ചിട്ടുണ്ട്, വിയോജിക്കാവുന്ന മേഖലകൾ മുഴുവൻ യോജിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അല്ലരൂരിൻ്റെ ഒരു പ്രോഗ്രാം കൺസെപ്റ്റിൽ നടന്നിട്ടുള്ള ആ പ്രോഗ്രാം വലിയ നിലയിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മേലുള്ള ആരോപണമാണല്ലോ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ചായ്വ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു വിഷയത്തിനോടുള്ള നമ്മുടെ ഒരു ചായ്വ് എന്ന് പറയുന്നത്. ആ ആരോപണം വേണ്ട, നമ്മളങ്ങ് ആ വിഷയത്തെക്കുറിച്ച് അങ്ങോട്ട് നമ്മുടെ ചായ്വ് പരസ്യമായി പറയുകയാണ് ചെയ്യുന്നത്. അതൊരു ബോൾഡ്നെസ്സാണ്. അതിനെ മലയാളി പ്രേക്ഷകർ അപ്രീഷിയേറ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ എവിടെ കണ്ടാലും ആളുകൾ നമ്മളോട് സംസാരിക്കുന്ന ഒരേ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ മീഡിയ എഡിറ്റേഴ്സാണ്. അപ്പോൾ അതിലെ ശരി തെറ്റുകൾ ഞാൻ പറയുന്നത് ഒരു വലിയ കുറ്റം, വലിയ നമ്മളെന്തോ വലിയ സംഭവം ചെയ്തു, നിങ്ങൾ പറയുന്നതാണ് പൂർണ്ണമായി ശരി എന്നുള്ള നിലയിലല്ല ആളുകൾ അതിനെ കാണുന്നത്. നമ്മളോട് വിമർശനം ഉണ്ടാവും, നമ്മളോട് അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ആളുകൾ പറയുന്നു. അത് മതി, നമ്മളും അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളും ആ പ്രോഗ്രാം ഒരു ടോക്കിംഗ് പോയിൻ്റ് ആകുന്നതിലാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 5-6 പേര് ഇരുന്നിട്ട് എപ്പോഴും തർക്കിക്കുകയാണല്ലോ ചെയ്യുന്നത് പല വിഷയങ്ങളിലും. ഇപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല ഷാൻഡോ അഗസ്റ്റിന് മറ്റൊരു അഭിപ്രായമായിരിക്കും മറ്റൊരാൾക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് തർക്കത്തിലേക്കൊക്കെ പോയി. അപ്പോൾ ആളുകൾ എന്താ വിചാരിക്കുന്നതെന്ന് അറിയാമോ? പുറത്തുനിന്ന് നോക്കിയിട്ട് ഇവിടെ പൊരിഞ്ഞ അടിയാണല്ലോ നടക്കുന്നതെന്നാണ്. അതായത് നമ്മൾ രാവിലെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ രാത്രി പോകുന്നത് വരെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുകയാണെന്നാണ് യഥാർത്ഥത്തിൽ ആ പ്രോഗ്രാമിൻ്റെ കാഴ്ച. പിന്നെ ചില ആളുകൾക്ക് സംശയമുണ്ട്, എന്താണെന്നറിയാമോ, ഇത് നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ഒരു ഡ്രാമയാണോ? അത് രണ്ടുമല്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന ടേബിളിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തർക്കമില്ല എന്ന് മാത്രമല്ല, ഇതൊരു ഡ്രാമയാക്കി നമുക്ക് അവതരിപ്പിക്കാനുള്ള സമയമില്ലല്ലോ. നമുക്ക് നമ്മൾ 7 മണിക്ക് ചർച്ചയും 7:30 ചർച്ച 8 മണിക്ക് ചർച്ച നടത്തിയവരാണ് ഈ പരിപാടിക്ക് 9 മണിക്ക് കയറുന്നത്. ചർച്ച മാത്രമല്ല നമ്മുടെ പണി ന്യൂസ് ഡെസ്കിൽ നമുക്ക് പണിയുണ്ട്, നമുക്ക് പലതരത്തിൽ വേറെ ജോലികളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വിഷയം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് വലിയ നിലയിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തു. അതിൻ്റെ ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ വലിയ നിലയിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാം. ഇപ്പം ഈ അവസാന ഘട്ടത്തിൽ എനിക്ക് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു, കാരണം ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തള്ളാണെന്ന് തോന്നുന്നില്ല എങ്കിൽ നമ്മൾ ഈ ഇന്ത്യ വിഷനോടുകൂടി കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ വന്നിട്ടുള്ള പ്രോഗ്രാമിലൊക്കെ തന്നെയും അത് കൺസീവ് ചെയ്യുന്നതിലൊരു റോള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് വേറൊരാൾ കൺസീവ് ചെയ്തിരുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ യഥാർത്ഥത്തിൽ അത് ഭാഗഭാക്കാകാൻ കഴിഞ്ഞു എന്നും അത് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തു എന്നും പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ. പിന്നെ നോക്കൂ, ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശശികുമാർ അന്നേരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ശശികുമാർ ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരുനാഥനാണ്. പിന്നീട് ഡോക്ടർ MK മുനീറിൻ്റെ ഇന്ത്യ വിഷനിലാണ് പോയത്. അന്ന് MT വാസുദേവൻ നായർ സാറുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ MK മുനീറും MT വാസുദേവൻ നായരും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഹാർദ്ദമായിട്ടാണ് ഞാൻ അവിടെ നിന്നും ഡോക്ടർ മുനീറിനോട് പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടിയാണ്. ഇവിടെ നിന്നും സാങ്കേതികമായി ഇറങ്ങുമ്പോൾ ഇപ്പോൾ ശ്രീ റോയ് അഗസ്റ്റിൻ, ശ്രീ ജോസൂട്ടി അഗസ്റ്റിൻ, ആൻറ്റോ, നിങ്ങൾ 3 പേരോടും വളരെ സ്നേഹത്തോടു കൂടിയും വളരെ സൗഹാർദ്ദത്തോടു കൂടിയും ഈ ഇവിടെയുള്ള എല്ലാ മുഴുവൻ മാധ്യമപ്രവർത്തകരും അല്ലാത്ത മാധ്യമപ്രവർത്തനത്തിലില്ലാത്ത എന്നാൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടു കൂടി ഇറങ്ങാൻ കഴിയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, വലിയ കാര്യമാണ്.
അല്ല നമ്മൾ പൊതുവേ നമ്മളൊരിക്കലും ഇങ്ങനെ ഒരു നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന സമയത്ത് രാഷ്ട്രീയം വരാറുണ്ട്. രാഷ്ട്രീയം നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് രാഷ്ട്രീയത്തിലായിരിക്കും. അല്ല, രാഷ്ട്രീയം നമ്മൾ ആരും വിട്ടിട്ടില്ല. അതെ. പക്ഷെ അങ്ങയുടെ പ്രവർത്തന മേഖല എന്നെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടറിനെ ഒഴിച്ചു നിർത്തിയാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന മേഖലയാണ്. അങ്ങേക്ക് അവിടെ ശോഭിക്കാൻ അതിലേക്ക് തിരിച്ചു വന്നാൽ ഇനി പ്രവർത്തന മേഖല കണ്ണൂരായിരിക്കുമോ, എങ്ങനെയാണ്? അല്ല, ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് കണ്ണൂരൊക്കെ പോകണമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ജീവിച്ചത് ഇപ്പോൾ എറണാകുളത്താണ്. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ കണ്ണൂർ വിട്ടതാണ്. പിന്നീട് തിരുവനന്തപുരത്ത് പഠനം കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സിംഗപ്പൂരായി. സിംഗപ്പൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്നു. ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിൽ നിന്ന് പിന്നെ കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതായത് 2002 ഞാൻ കൊച്ചിയിലേക്ക് വന്നതാണ്. ഇന്നിപ്പോൾ നോക്ക് 2024 22 കൊല്ലം. 2002 അതെ 21 വീട് റൂമാണ്. ഈ സാധനത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. നമ്മളൊരു ചെറിയ പെട്ടിക്കകത്തല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ 3 ജീവപര്യന്തം തടവ് അനുഭവിച്ചിട്ടുള്ള ആളാണ് മാധ്യമപ്രവർത്തനത്തിൽ നിന്ന്. കാരണം സാധാരണഗതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ആ മാധ്യമപ്രവർത്തനം അയാൾ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ്? അയാൾക്ക് നടന്ന് യാത്ര ചെയ്ത് മുഴുവൻ ജീവിതവും അനുഭവിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ ഈ ഡെസ്കിൽ കുടുങ്ങി പോകുന്ന എഡിറ്റർമാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഇന്ത്യ വിഷനാണെങ്കിലും റിപ്പോർട്ടറിലാണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ മാൻ സെൻട്രിക് ആയിരുന്നു. ഇപ്പോഴല്ലാതെ, പക്ഷേ നേരത്തെ അങ്ങനെയായിരുന്നു, സിംഗിൾ മാൻ സെൻട്രിക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ജീവിതത്തിൽ സ്വതന്ത്രമായി നോക്കട്ടെ, എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ. Meet the editors.